സി സദാനന്ദൻ എംപിയുടെ കാല് വെട്ടിയ കേസിലെ പ്രതികളായ CPIM പ്രവർത്തകരെ സന്ദർശിച്ച് പി ജയരാജൻ അസുഖമുള്ള പ്രതികൾക്ക് ചികിത്സയൊരുക്കാൻ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ പി ജയരാജൻ നിർദ്ദേശം നൽകി. അരുൺ പൂപ്പറമ്പ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ നേരത്തെ ജയിലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ KK ശൈലജ MLA വന്നതും യാത്രയപ്പ് നൽകിയതൊക്കെ വലിയ വിവാദമായ ചർച്ചയായിരുന്നു. ആ സമയത്ത് തന്നെ പി ജയരാജൻ പറഞ്ഞിരുന്നു ജയിലിലെത്തി ഇവരെ കാണുമെന്നുള്ളത്. അതിന് പിന്നാലെ പി ജയരാജൻ അവിടെ എത്തുന്നു, അവരെ കാണുന്നു. മാത്രമല്ല ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ് ജയരാജൻ. അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ ജയിൽ വകുപ്പ് അധികൃതർക്ക് അല്ലെങ്കിൽ ജയിൽ അധികൃതർ നൽകിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് CPIM നേതൃത്വം വിശദീകരിക്കുന്നത് നിലവിൽ കോടതി ശിക്ഷിച്ചിട്ടുള്ള പ്രതികൾ അവർ യഥാർത്ഥ കുറ്റവാളികളല്ല, അവർ നിരപരാധികളാണ് എന്ന് CPIM നേതാക്കൾ ആവർത്തിച്ച് പ്രതികരിക്കുകയുണ്ടായി. KK രാഗേഷ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ഇന്ന് EP ജയരാജനും സമാനമായ പ്രതികരണങ്ങൾ നടത്തി. പ്രതി സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികളെ ഈ കോടതിയിൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് യാത്രയപ്പ് നൽകുകയും കോടതി പരിസരത്തും ജയിലിന്റെ പരിസരത്തെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് CPIM നേതാക്കളും പ്രവർത്തകരെല്ലാം വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് CPIM ഇതിൽ ഈ പ്രതികൾ നിരപരാധികളാണ്, അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് CPIM നേതാക്കൾ ജയിലിലെത്തി ഇവരെ സന്ദർശിക്കുന്നത്. പി ജയരാജൻ നേരത്തെ തന്നെ ഇവരെ ജയിലിലെത്തി കാണുമെന്നും ഇവരെ കുടുംബാംഗങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഉച്ചയോടെ ജയിലിലെത്തുകയും ഈ 8 പ്രതികളെ CPIM പ്രവർത്തകരായ 8 പ്രതികളെ നേരിൽ കണ്ട് സംസാരിക്കുകയും അതിൽ അസുഖമുള്ള പ്രതികൾക്ക് ചികിത്സ ഒരുക്കുന്നതിന് വേണ്ടി ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളൂ. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.